നമ്മുടെ ആദരവ് സ്വീകരിച്ച കുന്നംകുളത്തിന്റെ അഭിമാന താരമായി മാറിയിരിക്കുന്ന വേദിയിലിരിക്കുന്ന 3 രത്നങ്ങൾ ഇനി അവർക്കുള്ള മറുപടി പ്രസംഗത്തിനുള്ള സമയമാണ്. ആദ്യമായി വളരെയധികം നിസ്വാർത്ഥമായ സേവനം പൊതുസമൂഹത്തിന് കാഴ്ചവെച്ചുകൊണ്ട് വേറിട്ട ഒരു വ്യക്തിത്വമായി നിലനിൽക്കുന്ന ഡോക്ടർ സലീം തോമസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിലേക്ക്. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റമം, ഡോക്ടർ ജോസഫ് മാർ കുർലോസ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗെസ്റ്റ്, ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഇംഗ്ലീഷിലാണ് പറയാൻ പോകുന്ന, അതൊന്ന് ക്ഷണിക്കണം. I never lived in Kundangalam, but exactly 100 years ago my father was born here. And it is appropriate that I am being honored here today at a function. I must thank the organizers and particularly Mr. Ajit Chiran for this invitation for the function today. A small poem by Rudyard Kipling. God and the soldier we adore, when in trouble but not before. The danger is over, the trouble righted. God is forgotten, the soldier is slighted. Today it's just the opposite. We are not slighted, we are being honored. And I must thank all the organizers for what a wonderful show that they have put on. I must not forget Mr. Benny Abraham, music director, and the wonderful choir, showers of blessing, for the vast variety of patriotic songs that they have demonstrated with such skill and harmony today. Thank you. Thank you, sir. Thank you very much. On this pleasant occasion, may I request to Mr. T.T. Job to kindly deliver a few words on this beautiful occasion, please. His Graces, dignitaries on the dais, and friends. I would like to thank showers of blessings, particularly Mr. Ajit Chiran for having called me here today. It was about 15 years when I got 2 awards from President of India. I felt happy then, but today I feel even happier. The reason is this is facilitated by my hometown. I have studied only up to class 1 in Kundangalam High School. Thereafter I was outside. പക്ഷേ ഇപ്പോൾ ഈ മംഗ്ലീഷിൻ്റെ കാലമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മലയാളത്തിൽ പറയാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സദസ്സിൽ മലയാളത്തിൽ പറയുന്നത്. 33 കൊല്ലം ഞാൻ എയർഫോഴ്സിലുണ്ടായിരുന്നു. ആ 33 കൊല്ലത്തിൽ എനിക്ക് 11 മെഡൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു മെഡൽ അർഹിക്കുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ 1971 വാറിൻ്റെ സമയത്ത് ഞാൻ ഈസ്റ്റേൺ സെക്ടറിലായിരുന്നു. അവിടെ ഒരു ഡക്കോട്ട സ്ക്വാഡിൻ്റെ മെയിൻ്റനൻസ് ആയിരുന്നു എൻ്റെ ചാർജ്. അവിടെ യുദ്ധത്തിന് മുമ്പ് 6 മാസം മുമ്പ് തന്നെ അവിടെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് എയർ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഓർഡർ വന്നു. എന്നെ ഒരു മിസൈൽ ട്രെയിനിങ്ങിനായിട്ട് വേറെ ഒരു 5-6 പേരും കൂടി ഉണ്ടായിരുന്നു, ബറോഡയിലോട്ട് വിട്ടു. ഞങ്ങൾ ബറോഡയിൽ ചെന്നപ്പോഴത്തേക്കും വാറിനുള്ള മൊബിലൈസേഷൻ തുടങ്ങി. അവിടെ കൂടി ഒരു ഓഫീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞങ്ങൾ 6 ഓഫീസേഴ്സും. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. 1-2 ദിവസം ഞങ്ങൾ അവിടെ ഓഫീസിൽ പോയി. അപ്പം അജുരൻ പറഞ്ഞു, നിങ്ങളിവിടെ വരണ്ട, മെസ്സിലിരുന്നാൽ മതി. ഞങ്ങളെക്കുറിച്ചൊരു ഓർഡറും വരുന്നില്ല. വെസ്റ്റേൺ എയർ കമാൻഡ് പറഞ്ഞു വെസ്റ്റേൺ സെക്ടറിലോട്ട് വിടണം. എയർ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞു ഞങ്ങളെ തിരിച്ച് ഈസ്റ്റേൺ സെക്ടറിലോട്ട് പോകണം. ഈ യുദ്ധത്തിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ 6 പേരെക്കുറിച്ച് എയർഫോഴ്സ് അങ്ങ് മറന്നു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ടിരുന്ന് ചീട്ട് കളിച്ചു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓർഡർ വന്നു, തിരിച്ച് എവിടുന്ന വന്ന് അങ്ങോട്ട് നിങ്ങൾ പോയിക്കോ. യുദ്ധം കഴിഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 2 മെഡൽസ് ഡിക്ലെയർ ചെയ്തു. ഒന്ന്
പശ്ചിം മെഡൽ, ഒന്ന് പൂർവി മെഡൽ. ഓരോ ജോഗ്രഫിക് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാനുണ്ടായിരുന്നത് ബറോഡയിലാണ്, അതും ഉൾപ്പെട്ടു. ഞാൻ അവിടെ 15 ദിവസം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഇത് കൂടാതെ ഈസ്റ്റേൺ സെക്ടറിൽ വേറെ ആക്ച്വലി ടുക്ക് പാർട്ട് ഇൻ ദ വാർ, അതിനുള്ള മെഡൽ കിട്ടി. പക്ഷെ ബറോഡയിൽ നിന്ന് കിട്ടിയത് ചീട്ട് കളിക്കാനുള്ള മെഡലായിരുന്നു. Anyway, I would like to, before I finish, I would like to once again thank the choir. It was a wonderful evening and your singing was fantastic. Before I finish, I'd like to thank one more person. That's my brother, who had taken charge of a family when I was very small. And under his guidance, whatever achievement I've got, a lot of thanks goes to him. With this, I end the evening. Thank you very much. Thank you, sir. Thank you so much for your excellent speech. And here I'm going to invite ഒരു പക്ഷേ യേശുദാസ് എന്ന പേരുള്ള വ്യക്തികളെല്ലാവരും തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. വ്യത്യസ്ത മേഖലകളിലാണെങ്കിൽ പോലും ഇവിടെയും നമുക്ക് ലഭിച്ചു ഉന്നതങ്ങളിൽ, ഉയർച്ചകളിൽ, ഉയരങ്ങളിൽ നിൽക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഈ അംഗീകാരം ഏറ്റുവാങ്ങിയ മറ്റൊരു ഭാഗ്യതാരം. And I would like to welcome Mr. A.B. Yeshudas for his speech. ബഹുമാന്യരായ ആധ്യാത്മിക ശ്രേഷ്ഠന്മാരെ, ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള വിമുക്ത ഭടന്മാരെ, അവരുടെ ആശ്രിതരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ കൂടുതലായിട്ട് ഒരു പ്രസംഗം എന്ന നിലയ്ക്ക് പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിത ചരിത്രം, അത് തുടങ്ങിയതും അവസാനിച്ചതിൻ്റെ ആ സമയം കൂടുതലായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് 1958 ഞാൻ ഇന്ത്യൻ ആർമിയിൽ ഒരു സോൾജറായിട്ട് ചേരുന്നത്. അതിനു മുൻപ് ഞാനൊരു സ്റ്റുഡൻ്റായിരുന്നു. കാലിക്കറ്റാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ മെട്രിക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അന്ന് മുതൽക്കേ ആഗ്രഹമായിരുന്നു മിലിറ്ററിയിൽ പോകണം, പട്ടാളത്തിൽ പോകണം എന്നുള്ള കാര്യത്തിൽ. കാരണം അന്ന് സ്പോർട്സിനൊക്കെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ്, വളരെ അധികം സഹായിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള ഒരു കാലഘട്ടമായിരുന്നു പട്ടാളത്തിൽ. ഇന്നത്തെ പോലെയല്ല, അന്ന് സിവിലിൽ ഒന്നും ഇതുപോലെയുള്ള സ്പോർട്സും ഗെയിംസൊന്നും ഉണ്ടാവാറില്ല. മാക്സിമം ഒരു ഡിസ്ട്രിക്റ്റ് ലെവലിൽ മാത്രമേ അന്ന് ഗെയിംസ് ഉണ്ടാവാറുള്ളൂ, സ്പോർട്സ് എല്ലാം. അപ്പോൾ കാലിക്കറ്റ് ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ അത്ലറ്റിക്സിലും ഗെയിംസിലും എല്ലാം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മിലിറ്ററിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാത്തിനും നല്ല ട്രെയിനിങ്ങും എല്ലാം കിട്ടും. അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് മിലിറ്ററിയിലേക്ക് പോകാനുള്ള ആഗ്രഹം തോന്നിയത്. അങ്ങനെ അവിടെ പോയതിന് ശേഷം പിന്നെ 58 ശേഷം ആദ്യമായിട്ടുള്ള ഒരു ആക്ഷനായിരുന്നു 1960 ഗോവ ആക്ഷൻ. പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്താനുള്ളൊരു ചെറിയൊരു യുദ്ധമായിരുന്നില്ല, വെറും ഒരു മൂവിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ അന്ന് വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അന്ന് അംബാലയിൽ നിന്നാണ് ഞങ്ങൾ പോയത് അങ്ങോട്ടേക്ക്. സ്പെഷ്യൽ ട്രെയിൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് തന്നെ ആർക്കും അറിയില്ല, അത്രയും സെക്യൂരിറ്റി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ഇതിന് കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കുന്നത് ട്രെയിനിനുള്ള ട്രെയിൻ ഡ്രൈവറുടെ അടുത്തോ TTR അടുത്തോ ചോദിക്കുക. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഗോവയ്ക്ക് പോവുകയാണെന്നുള്ളത്. അങ്ങനെ ഗോവയിൽ പോയി അവിടെ പോയി അധികം ആക്ഷനൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഒരു യുദ്ധം ചെറിയ തോതിലുള്ള ഒരു മൂവിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
അതിനുശേഷം ആണ് ചൈന ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറുകയും നമ്മുടെ സോൾജേഴ്സും പട്ടാളം അവരുമായിട്ട് യുദ്ധത്തിൽ ഇടപെടുകയും ചെയ്തു. ആ ചൈന വാറിലും ഞങ്ങൾ അംബാലയിൽ നിന്ന് എയർലിഫ്റ്റായിട്ട് സില്ലിഗുരി എന്ന് പറയുന്ന സ്ഥലത്ത് ആസാമിൽ അവിടെ പോയിട്ട് എയറോഡ്രാമിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങളുടെ CEO കമാൻഡിങ് ഓഫീസറായിരുന്നു പള്ളിക്കൽ. അന്ന് കേണൽ പള്ളിക്കലായിരുന്നു. അയാൾ അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പോകുന്നത് ഇപ്പം ചിലപ്പം ചൈനയുടെ ഉള്ളിലേക്ക് പോകേണ്ടി വരും, ചൈന തിബത്തിനുള്ളിൽ പോകേണ്ടി വരും, ഇങ്ങനെയുള്ള പിന്നെ പല കാര്യങ്ങളും ഞങ്ങളോട് എല്ലാവരും വിളിച്ച് ഇരുത്തിയിട്ട് പറയാൻ ഇട വന്നു. അതിനുശേഷം എല്ലാവർക്കും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബോർഡറിലായതുകൊണ്ട് ചിലപ്പം പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന, അപ്പോൾ ചൈനയായിട്ടുള്ള യുദ്ധമാണല്ലോ. അപ്പോൾ ചൈനയുടെ വിമാനങ്ങളെ പറ്റി എല്ലാം ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്ത് തന്നു. അങ്ങനെ അപ്പം ചൈനയുടെ യുദ്ധവിമാനങ്ങളെ പറ്റിയിട്ട് ആണ് കൂടുതലായിട്ടും ബ്രീഫ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ വിഡ്രോ ആയി. അതും പിന്നെയാണ് 65 വാർ സ്റ്റാർട്ട് ചെയ്ത്. 65 വാറിൽ അമൃത്സർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ യൂണിറ്റ്. അവിടെ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ എപ്പോഴും വന്നും പോയിക്കൊണ്ടിരുന്നു. ആ യുദ്ധവിമാനങ്ങളെ വിരട്ടി ഓടിക്കൽ മാത്രമല്ല, അവയെ ഷൂട്ട് ഡൗൺ ചെയ്യലും കൂടിയായിരുന്നു ഞങ്ങളുടെ ജോലി. ആ ജോലിയെല്ലാം വളരെ ശരിയായ വിധത്തിൽ തന്നെ നിർവഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ 1971 ഇന്ത്യ പാക് വാറിലും യുദ്ധഭൂമിയിൽ, അതും ഫ്രണ്ടിലായിരുന്നു ചാമ്പ് സെക്ടറിൽ, അവിടെയും വളരെ വിദഗ്ധമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കാനായിട്ട് ഇടവന്നു. ഇതിനെല്ലാം ചേർന്നിട്ടാണ് എനിക്ക് 1965 വീരചക്ര എന്ന ബഹുമതി ലഭിച്ചത്. എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, എന്നെപ്പോലുള്ള ബാക്കിയുള്ളവരുടെയും അവരുടെ കൂടി ആത്മാർത്ഥമായ സേവനം കൊണ്ടാണ് എനിക്ക് ഈ വീരചക്രം ലഭിച്ചത് എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇന്നിവിടെ ഞങ്ങളെല്ലാം ആദരിക്കുകയും ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളതായിരുന്ന ഷോവേഴ്സ് ബ്ലെസ്സിങ്ങിന് വേണ്ടി അവരുടെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഈ പ്രവർത്തനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. കൂടുതലായിട്ട് അവർ നല്ല ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇരിക്കുന്ന 3 പേരും ജീവിച്ചിരിക്കുന്ന അത്ഭുതങ്ങളാണ്. കാരണം അവരുടെ ജീവിതത്തിലുള്ള ഓരോ മുഹൂർത്തങ്ങൾക്കും അതിലേറെ ആകസ്മികത്വമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സദസ്സിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് I'm going to invite the President of Ex-Servicemen Association, Mr. Lazar on stage, please. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അംഗീകാരം ഏറ്റുവാങ്ങിയ 42 പേർ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എന്നെ ഇവിടെ പറഞ്ഞു ഞങ്ങൾ എക്സ്-സർവീസ്മെൻ്റെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് ഈ അവസരം തന്നിരിക്കുന്നത്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആത്മീയ പിതാക്കന്മാരെ, ആദരണീയ പൊതുജന നേതാക്കന്മാരെ, ഇന്ത്യൻ സേനയുടെ മുന്നേറ്റ നിരയിൽ നിന്ന് പോരാടിയ സൈനികരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ത്യയുടെ 67ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഷോവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ഒരുക്കിയ ഗാർഡിയൻ ഏഞ്ചൽ പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഇടയായ ദിനം കുന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം ചേർത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിന് മുൻകൈയെടുത്ത ഇതിൻ്റെ ഭാരവാഹികളെ ആദ്യമായി അഭിനന്ദിക്കട്ടെ. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ, മഞ്ഞും മഴയും വെയിലും അവഗണിച്ച്
രാജ്യത്തിൻ്റെ ഭദ്രതയും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്ന സൈനികരെക്കുറിച്ച് ഓർക്കുവാനും അവരുടെ കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും വേദനകളിലും പങ്കുചേർന്ന് ആശ്വസിപ്പിക്കുവാൻ കുന്നംകുളത്തെ ഒരു യുവജനത മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും സഹകരണവുമാണ് ഞങ്ങളുടെ പ്രചോദനം. സൈനിക സേവനത്തെ മാനിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ നൽകിയ മൊമോൻ്റയ്ക്ക് വേണ്ടി പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കാൻ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ നന്മകളും നേരുന്നു. കൂടുതൽ പ്രവർത്തനങ്ങൾ ഈ തലമുറയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thanking you once again for and on behalf of our serving soldiers and old age veterans. Jai Hind. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വീണ്ടും ശ്രുതിമധുരമായ ഒരു ഗാനത്തിലേക്ക് നമുക്ക് ശ്രവിക്കാം. ഏറ്റവും മഹത്തരമായ വരികളാണ് ഈ വേദിയിൽ ഇനി ആലപിക്കാൻ പോകുന്നത്. മുങ്ങിച്ചാകാൻ അനുവദിക്കാതെ കരം പിടിച്ചുയർത്തും കർത്തനിലേക്ക് നോക്കി, ആ കരം ഗ്രഹിച്ച് രക്ഷയുടെ തീരത്ത് കൂടി ഒരു യാത്ര. കർത്ത കൊടുങ്കാറ്റടിച്ചു. ആസ്വദിക്കാം ഈ സുന്ദരമായ ഗാനം ഷൗട്ട്സ് ഓഫ് ബ്ലെസ്സിങ്ങിലൂടെ.
താങ്ക് യു സോ മച്ച്. ഇതൊരു വേറിട്ട സംഗീത അനുഭവമാണ്. നമ്മളുടെ ഹൃദയത്തിൽ തന്നെ അത് കൊണ്ടു, അത് ഉൾക്കൊള്ളാൻ സാധിച്ചു. അതിൻ്റെ വരികളും അതിൻ്റെ സംഗീതവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു നല്ല കയ്യടി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നാഥ, ആയുസ് കുറയുന്നു, മഹിമ മങ്ങുന്നു, ചുറ്റും മാറ്റം, ആശ്രയമറ്റു കൂരിരുൾ ഏറുന്നു, ഈ ലോകം അന്യമാകുന്നു, അങ്ങു മാത്രമാണ് ശരണം, ആകയാൽ ദേവ അങ്ങ് കൂടെ പാർക്കണം. ഹെൻറി എഫ് ഫ്ലിറ്റ് എന്ന വൈദികൻ തൻ്റെ ജീവിത സായാഹ്നത്തിൽ രചിച്ച ഈ വിശ്വപ്രസിദ്ധ ഗാനം മഹാത്മാഗാന്ധി സ്ഥിരമായി ആലപിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റെ പ്രിയ ഗാനമായിരുന്നു ഇത്. ഇന്നും ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഈ മധുരമായ ഗാനം കൂടെ പാർക്ക നേരം വൈകുന്നില്ല.
താങ്ക് യു സോ മച്ച് ഗാർഡിയൻ ഏഞ്ചൽ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്. ഈ ഗായക സംഘത്തിൻ്റെ മധുരമൂറുന്ന ഈ ഈണം, ഈ താളം, ഈ ലയം, ഈ ശ്രുതി, ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഭക്തൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി യേശുവിനെ കാണുകയാണ്. സർവ്വലോകവും ഒരുവൻ നേടിയാലും ഈ സമ്പത്തിനധികമായി, ഈ നിധിക്കുപരിയായി മണ്ണിലൊന്നുമില്ല. എന്തെന്നാൽ ഉന്നതി വിട്ട് മണ്ണിൽ വന്നതും സർവരെയും രക്ഷിച്ചതും ലോകത്തിനു വേണ്ടി ത്യാഗം ചെയ്തതും യേശുവാണ്. കുന്നംകുളത്തിൻ്റെ മധുര ഗായകൻ യശശരീരനായ PV തൊമ്മി രചിച്ച മനോഹരമായ ഗാനമാണ് ഇനി നിങ്ങൾക്കായി എത്തുന്നത്. ആസ്വദിക്കാം. നീയല്ലേ ഞങ്ങൾക്കുള്ളൂ. താങ്ക് യു സോ മച്ച്. ഔപചാരികതയുടെ പേരിൽ ഇവിടെ ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഞങ്ങളുടെ പേരിലും നിങ്ങൾക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഞങ്ങളുടെ പ്രോഗ്രാം കൺവീനർ മിസ്റ്റർ പ്രസാദ് പുലിക്കോട്ടിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
for the vote of thanksgiving. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. ഈ സായാഹ്നത്തിൽ ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനും രാജ്യത്തിൻ്റെ കാവൽഭടന്മാരായിരുന്നവരെ ആദരിക്കുവാനും ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫലിതത്തിലൂടെ ചിന്തിപ്പിക്കുകയും യാഥാർത്ഥ്യത്തെ പൊതുസമൂഹത്തിന് കാണിച്ചു തരികയും ചെയ്യുന്ന ജനമനസ്സുകളിലെ വലിയ മെത്രാപ്പോലിത്ത അഭിവന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. എളിമയുടെയും നിഷ്കളങ്കതയുടെയും ആൾരൂപമായ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവും തിരക്ക് കാരണം വളരെ നേരത്തെ പോയി എങ്കിലും അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ കുന്നംകുളത്തിൻ്റെ സ്വന്തം വലിയ മെത്രാപ്പോലിത്ത അഭിവന്യ ജോസഫ് മാർ കൂറിലോസ് വലിയ മെത്രാപ്പോലിത്തയോടും ആദ്യാന്ത്യം 2 മെത്രാപ്പോലിത്തമാരും ഇവിടെ ഇരുന്ന് ഷവേഴ്സേഴ്സ് ബ്ലെസ്സിങ്ങിൻ്റെ ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച 2 വലിയ മെത്രാപ്പൊലിത്തമാരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. രാജ്യത്തിനു വേണ്ടി ധീരകർമ്മങ്ങൾ ചെയ്ത് രാജ്യം ബഹുമാനിച്ച ആദരണീയരായ ഡോക്ടർ സലീം തോമസ്, മിസ്റ്റർ ടി ജോബ് ആൻഡ് മിസ്റ്റർ AV ജേസ്ദാസ് എന്നിവരുടെ സാന്നിധ്യം തന്നെ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്ങിന് ലഭിക്കുന്ന അംഗീകാരമായി ഞങ്ങൾ കാണുന്നു. വളരെ തിരക്കുള്ള പ്രവർത്തനങ്ങൾ മേഖലയിൽ നിന്നും ഇവിടെ കടന്നു വന്ന മിസ്റ്റർ സലീം തോമസ് സാറിനോടും മിസ്റ്റർ ടി ജോബ് സാർ, വിശ്രമജീവൻ നയിക്കുന്ന ബഹുമാനപ്പെട്ട യേശുദാസ് സാറിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. ഇവരുടെയെല്ലാം ഫാമിലിയും സുഹൃത്തുക്കളും ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. രാജ്യസേവനം ചെയ്യുമ്പോഴും അതിനുശേഷവും ഓർമ്മകളുടെ നിഴലിലേക്ക് കയറിപ്പോയവർക്കായി സ്മൃതിദീപം തെളിയിച്ച യശശരീരനായ വീരചക്ര ജേതാവ് ശ്രീ MO തോമാച്ചൻ്റെ പ്രിയപത്നി വീർനാരി KV ചിന്നമിയോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്ങിൻ്റെ പേരിൽ അറിയിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ഇങ്ങനൊരു ആശയം വിമുക്ത ഭടന്മാരുമായി ഷെയർ ചെയ്തപ്പോൾ അവർ നൽകിയ പ്രോത്സാഹനവും സഹകരണവും വാക്കുകളാൽ തീരുന്നതല്ല. അവരുടെ സഹകരണത്തിനും ഈ സാന്നിധ്യത്തിനും ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും മാർഗവും കാണിച്ചു വന്ന ബഹുമാനപ്പെട്ട കേണൽ ജോർജ് സാർ, ലഫ്റ്റനൻറ്റ് കേണൽ KM ജേക്കബ് സാർ, മേജർ VM ജോണി സാർ, VP ലാസർ സാർ എന്നിവരുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഈ പ്രോഗ്രാം നടത്തുന്നതിന് ഞങ്ങൾ നേരിട്ട മുഖ്യ ഘടകമായിരുന്നു സാമ്പത്തികം. ഈ വിഷയവുമായി ആദ്യം ഞങ്ങൾ സമീപിച്ചത് റോയൽ ഹോസ്പിറ്റൽ MD തോമസ് ഡോക്ടറെ ആയിരുന്നു. അദ്ദേഹം നൽകിയ ആത്മവിശ്വാസമായിരുന്നു ഈ കാണുന്ന സംവിധാനത്തിൽ പ്രോഗ്രാം ക്രമീകരിക്കുവാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയത്. ഇതുപോലുള്ള നന്മ നിറഞ്ഞ നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മ തന്നെ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ സത്യം. ഇതുപോലുള്ള നല്ല മനസ്സുകളുടെ കൂട്ടായ്മ ഇനിയും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആ നന്മ നിറഞ്ഞ നല്ല മനസ്സുകളെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തട്ടെ. അർച്ചന മോട്ടോഴ്സിലെ MD ഷിബു ജോബ് ചീരൻ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫോൺ ഗാലറിയിലെ മിസ്റ്റർ മനോജ്, ലിവ ടവർ, കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ഭാരവാഹികൾ, കോമള ബേക്കറി, അതുപോലെ ഇമ്മിട്ടിയിൽ വർക്ക് ചെയ്യുന്ന പീറ്ററേട്ടൻ, ഇവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ അവർ മാത്രമല്ല അവർക്ക് പരിചയമുള്ളവരെയും ഞങ്ങൾക്ക് കാണിച്ചു വന്ന് ഈ പ്രോഗ്രാമിൻ്റെ നിലവാരം ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചു. അവരുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ മുഖ്യ ഘടകമായ കൊയർ അംഗങ്ങളുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് ഈ ഗാനവിരുന്ന് ആസ്വദിക്കുവാൻ സാധിച്ചത്. ഇതിലേക്ക് ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയെന്ന പ്രസാദ് V കുഴിയത്തച്ഛൻ ഗാനം ചിട്ടപ്പെടുത്തുക മാത്രമല്ല
അഭിമന്യ ക്രിസോസ്റ്റം വലിയ മെത്രാപോലിത്തയുടെ സാന്നിധ്യം ഉറപ്പാക്കിയതും തിരുമേനിക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ വീഴ്ച കൂടാതെ ചിട്ടപ്പെടുത്തിയതും ബഹുമാനപ്പെട്ട പ്രസാദ് വി കുഴിയത്തച്ഛനായിരുന്നു. അദ്ദേഹത്തിനുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകം എടുത്തു പറയട്ടെ. അതുപോലെ കൊയറിനെ ഡയറക്റ്റ് ചെയ്തത് ബെന്നി എബ്രഹാം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഷാജു പി പാപ്പച്ചൻ, ഇവരെല്ലാം നിരന്തര പരിശ്രമമായിരുന്നു ഇങ്ങനെയൊരു ഗാനവിരുന്ന് നമ്മൾക്ക് ലഭിക്കാൻ ഇടയായത്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ പാട്ട് ചിട്ടപ്പെടുത്തി തന്ന ബെന്നി എബ്രഹാം, ശ്യാം രമേശ്, ഫൗസിയ ബക്കർ എന്നിവയുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്ങിൻ്റെ ജന്മത്തിന് പുൽത്തൊട്ടിൽ തന്നത് കുഡ്ഷപ്പേടിലെ അച്ഛന്മാരായിരുന്നു. പ്രത്യേകിച്ച് ജോസ് പുല്ലോകരനച്ഛൻ, ജോസ് കിടങ്ങനച്ഛൻ എന്നിവരോടുള്ള സ്നേഹവും, അതുപോലെ ജോയ് വൈദ്യകാരനച്ഛൻ, രഞ്ജിത്ത് അത്താണിക്കലച്ഛൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അവരെ സഹായ സാന്നിധ്യവും ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു, തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മൾക്ക് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി ഇത്രയും സൗകര്യം നൽകി തന്ന് ഞങ്ങളെ സഹായിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തന്ന ബദനി യു സ്കൂളിലെ ഫാദർ മത്തായച്ചൻ, ഫാദർ സോളമനച്ചൻ, ഫാദർ പത്രോസച്ചൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയട്ടെ. ഈ പ്രോഗ്രാം ചിട്ടയായും ഭംഗിയായും നമ്മളെ സഹായിച്ച സ്കൗട്ട് നൽകി സഹായിച്ച സെൻറ്റ് ജോൺസ് ബദനി യു സ്കൂളിലെ പ്രിൻസിപ്പൽ അച്ഛനോടും ബാൻഡ് സെറ്റ് നൽകി ഞങ്ങളെ സഹായിച്ച ചൂണ്ടൽ LIG സ്കൂൾ ഹെഡ് മിസ്സസ്, കുട്ടികളുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ സഹായിച്ച HCC GUP സ്കൂൾ ചിറളയം, BCGHS സ്കൂൾ ചിറളയം എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. കടന്നു വന്നിട്ടുള്ള പുരോഹിതന്മാർ തന്നെ ഇതിൻ്റെ നല്ല ഒരു അനുഗ്രഹമായിരുന്നു. പല പ്രോഗ്രാമുകളും വെട്ടി ചുരുക്കിക്കൊണ്ടാണ് അവർ ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ പ്രോഗ്രാം വീക്ഷിക്കുവാനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തന്നതിനും ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രചാരണങ്ങൾ നടത്തിയത് മീഡിയ ആയിരുന്നു. മീഡിയ അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ നിസ്സീമമായ സഹകരണമായിരുന്നു ഇതിനെ വേണ്ടുന്ന പബ്ലിസിറ്റി ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന് പ്രധാനമായും CCTV, TCV മുതലായ ദൃശ്യ ശ്രവ്യ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചു. അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ നല്ല വാക്കുകളാൽ നിങ്ങളെ സന്തോഷമാക്കിയ നമ്മുടെ MC റിമിജയുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടുന്ന ലൈറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സൗണ്ട്